This is in a video response to BBC documentary India's Daughter. ഞാൻ ഒരു വീഡിയോ വരുന്നു എന്നുള്ളത് ഡെയിലി മെയിലും ടെലിഗ്രാഫിലും ഹഫിറ്റ പോസ്റ്റിലൊക്കെ വായിച്ച സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മീഡിയ മുകേഷ് സിംഗ് എന്നുള്ള റേപ്പിസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് കൊട്ടിഘോഷിച്ച സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരു ഇന്ത്യ ബാഷിംഗ് വീഡിയോ ആണെന്നാണ്. കാരണം പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ബഡ്ജറ്റ് അനൗൺസ് ചെയ്തു, ഇന്ത്യയുടെ ടൂറിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഓണറൽ വിസയൊക്കെ അനൗൺസ് ചെയ്തു. ഇന്ത്യ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒറ്റയടിക്കൊക്കെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ മെന്റാലിറ്റി പെർവേർഡ്സ് ആണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡീഫേമിംഗ് വീഡിയോ ആണെന്നുള്ള പ്രിജുഡിസ് മൈൻഡോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു തുടങ്ങിയത്. എന്താ പറയാ, വീഡിയോയുടെ ഓരോ ഘട്ടത്തിലും സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പോസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ കണ്ടത്. അതായത് കുറെ നേരം എടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് തീർത്തത്. ഈ ജ്യോതി സിംഗ് ഈ കുട്ടി ഇൻഡസ്റ്റൈൻസ് അങ്ങനെയൊക്കെ പറയേണ്ടി ഡോക്യുമെന്ററി മുഴുവൻ കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ പറയുന്ന സമയത്ത് ഈ കുട്ടി അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് അതിന്റെ ഒരു 1/3 സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഈ വൃത്തികെട്ടാൻ ഇരുന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഒരു മെന്റൽ പിക്ചേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത്. അത്രയ്ക്കൊരു ഡിസ്റ്റർബിങ് ഡോക്യുമെന്ററി ആണ് ഈ ഞാൻ കണ്ടത്. ഇവനിങ്ങനെ ഇരുന്ന് പറയണ സമയത്ത് ഇവന്റെയൊക്കെ മനസ്സിൽ കൂടി പോകുന്ന വൃത്തികെട്ട ചിന്തകൾ ഇതൊക്കെയാണെന്ന് അറിയുമ്പോൾ സത്യം പറഞ്ഞാല് പേടി തോന്നും. മാത്രമല്ല, നമ്മളൊരു പെണ്ണായി അല്ലെങ്കിൽ ഒരു സ്ത്രീയായി ജനിച്ചതൊരു അത്ര വലിയൊരു കുറവാണ്, ഒരു തെറ്റാണ്, അല്ലെങ്കിൽ എന്ത് സേഫ്റ്റി ആണുള്ളത് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. ആകെ നമ്മള് ഭയങ്കര ഡൗൺ ആവും ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞാല്. വിവരക്കേട് കൊണ്ടുണ്ടായ ഒരു മൈൻഡ് സെറ്റ് അല്ല ഇത് എന്ന് ഇവന് വേണ്ടി വാദിച്ച വക്കീലന്മാരുടെ ലോയേഴ്സിന്റെ അഭിപ്രായം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ഈ റേപ്പിസ്റ്റുകളോട് തോന്നുന്ന അതേ ദേഷ്യം ഇവന്മാരോടും തോന്നും. ആൻഡ് ഐ ബിലീവ് അവർക്കും ശിക്ഷ കിട്ടണം. എസ്പെഷ്യലി സ്വന്തം മോളെ ഫാമിൽ കൊണ്ട് പെട്രോൾ വെച്ച് കത്തിക്കുമെന്ന് പറഞ്ഞാല് ഇവന് എന്ത് ധൈര്യത്തിലാണ് അതൊക്കെ പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എപ്പോഴും. അതായത് സ്വന്തം മോളാണെങ്കിൽ കൂടി അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ആൻഡ് സ്റ്റേറ്റിന് ഇവനെതിരെ ഈ പറഞ്ഞ ലോയറിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള അല്ലെങ്കിൽ കേസ് എടുക്കാനുള്ള അധികാരമുണ്ട്. എടുക്കണം, ശിക്ഷ നടപ്പാക്കണം, അവന്റെയൊക്കെ ലൈസൻസ് റിവോക്ക് ചെയ്യാൻ വേണം. പിന്നെ എനിക്ക് നമ്മുടെ ഇന്ത്യൻ ലോയിനോട് തോന്നുന്നൊരു വെറുപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടാണ് ഈ കേസ് പരിഗണിക്കാന്ന് പറഞ്ഞു. ഇതാണ് ഫാസ്റ്റ് ട്രാക്ക്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2004 തൊട്ട് 2014 വരെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ 3 പേരാണ് തൂക്കിക്കൊന്നിട്ടുള്ളത്. അത് 2 രാജ്യദ്രോഹമാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. 3ാമതുള്ളതാണ് റേപ്പ് ആൻഡ് മേർഡർ. അതും കൃത്യം നടന്ന ഏതാണ്ട് 10-14 വർഷങ്ങൾക്ക് ശേഷമാണ് അയാളെ ഹാങ് ചെയ്യുന്നത്. ഇതിപ്പോ സുപ്രീം കോർട്ടിലാണെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്ത് അപ്പീലിന് പോയാലും അതൊക്കെ തള്ളി ഈ കൃത്യം ചെയ്തു എന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞെളിഞ്ഞിരുന്ന ഒന്ന് വീഡിയോയിൽ പറയുന്ന അവനെ അല്ലെങ്കിൽ അവന്മാരെ എല്ലാവർക്കും തക്കതായ ശിക്ഷ കിട്ടണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഡെത്ത് സെന്റൻസ് എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ ശിക്ഷ നടപ്പാക്കാത്ത ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡൺ അല്ലെ. പിന്നെ ജുവനൈൽ എന്നുള്ള പേരിൽ ഒരുത്തന്നെ മുഖം മറച്ചു കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവന്റെ പേര് നാളെ അഡ്രസ്സും അവന്റെ മുഖം കാണിക്കാൻ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാളെ December 2015 പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ എന്നിട്ട് നമ്മുടെ മനുഷ്യന്മാരുടെ 7 അയലത്ത് പോലും അവൻ വരില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിന് അവന്റെ മുഖം കണ്ടേ തീരൂ. പിന്നെ പ്രായം കുറവാണെന്നുള്ളൊരു പരിഗണന അവന് കിട്ടണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം. അവൻ ചെയ്ത തെറ്റ് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ്. അതൊരു വിവരമില്ലായ്മയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല സത്യം. കഴിഞ്ഞ 2 വർഷമായി ഇവനൊക്കെ തിന്നും കുളിച്ചു കുട്ടപ്പനായിട്ടിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ടാക്സും കാശുമാണ്. അതിന്റെ ഒരു ആവശ്യമില്ല. കോടതി എത്രയും പെട്ടെന്ന് നിയമം നടപ്പിലാക്കാനുള്ള ഒരു ഏർപ്പാട് സ്വീകരിക്കുക തന്നെ വേണം. പിന്നെ ഇന്ത്യയിലുള്ള എല്ലാ ആണുങ്ങളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഈ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരല്ല എങ്കിൽ പോലും ഒരിക്കലും ഒരു പെണ്ണായിട്ട് ഒരു സ്ത്രീയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അപമര്യാദയായ ഒരു നോട്ടമോ പെരുമാറ്റമോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പക്ഷം. അത് ഞാൻ ജനറലൈസ് ചെയ്തിട്ടല്ല പറഞ്ഞത്, ചില പെർവേർഡ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർവേർഡ്സിന്റെ മൈൻഡ് സെറ്റ് മാറുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു പേടി ഉണ്ടാവണം. അതിന് നിയമം കുറച്ചുകൂടി സ്ട്രോങ് ആവണം, നിയമം പെട്ടെന്ന് നടപ്പിലാക്കണം, അതികഠിനമാവണം. ആ ഒരു റിമൈൻഡർ അതാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററി കൊണ്ടുള്ള ഒരു ഗുണം, ഔട്ട്കം ഉണ്ടാവേണ്ടത് അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഏതാണ്ട് 1 ലക്ഷം റേപ്പ് കേസസ് പെൻഡിങ് ജസ്റ്റിസ് ആണ്. അപ്പോൾ I request the Indian judiciary to do what they're supposed to do and hang those. Delayed justice is always denied justice. ഈ അല്ലെങ്കിൽ ഇന്ന് നാഗാലാൻഡിൽ സംഭവിച്ചതുപോലെ
നാളെ ഇനിയും സംഭവിക്കും. അതൊരു വലിയ റെവല്യൂഷനുള്ള സ്റ്റാർട്ടാകും. നിർഭയ സ്റ്റിൽ അലൈവ്.